സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടതാണ്. മമ്മൂക്കയുടെ ചത്താ പച്ച എന്ന് പറയുന്ന സിനിമ. മമ്മൂക്കയുടെ അല്ല, മമ്മൂക്ക ക്യാമിയോ റോളിൽ വരുന്ന ചത്താ പച്ച എന്ന് പറയുന്ന അർജുൻ അശോകൻ അടങ്ങുന്ന ഒരു ടീം, വലിയൊരു താരനിര അടങ്ങുന്ന ഒരു സിനിമ. ആ സിനിമയെ പറ്റി അതിൻ്റെ ഒരു റിവ്യൂ പോലെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ ചർച്ച ചെയ്തത് മുഴുവനും മമ്മൂക്കയ്ക്കെതിരെ കളിക്കുന്ന, അല്ലെ മമ്മൂക്ക മോശമാണെന്ന് പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിൻ നടക്കുന്നത്, ആ ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾക്കെതിരെയാണ് നമ്മൾ സംസാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ മമ്മൂക്കയെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ളൊരു കാര്യം, അത് മമ്മൂക്ക ആരാധകരടക്കം ഒരുപാട് ആളുകൾ സത്യമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നു പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഞാനും ഒരു ഹാർഡ് കോർ മമ്മൂക്ക ഫാനാണ്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ ഫാനുമാണ്. എനിക്കങ്ങനെ ഇന്നൊരു വ്യക്തിയെന്ന് മാത്രമില്ല. പക്ഷേ മമ്മൂക്കയുടെ വ്യക്തിത്വവും മമ്മൂക്കയുടെ ആ ഒരു ജെന്റിൽമാൻ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് മമ്മൂക്ക എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ ആളുകൾക്കും അത് തന്നെയാണ് ഇഷ്ടം. മമ്മൂക്കയുടെ നിലപാടുകളാണ് ഇഷ്ടം, പേഴ്സണാലിറ്റിയാണ് ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ശരിക്കുള്ള ജീവിത ശൈലികളാണ് ഇഷ്ടം. എല്ലാം എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ്. അഭിനയം അതിനേക്കാൾ അപ്പുറം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് മമ്മൂക്കയെ ഒരുപാട് ഇഷ്ടമാണ്. ലാലേട്ടനെയും ഇഷ്ടമാണ്, അഭിനയത്തിലെല്ലാം ഇഷ്ടമാണ്. പക്ഷേ റിയൽ ലൈഫിലുള്ള ചില കാര്യങ്ങളിൽ ലാലേട്ടനോട് എനിക്ക് അത്ര താല്പര്യമില്ല. പക്ഷേ ഈ ഒരു സിനിമയിൽ മമ്മൂക്കയെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാനൊരു ഹാർഡ് കോർ മമ്മൂക്ക ഫാൻ ആണെങ്കിലും ഈ സിനിമയിൽ ചില ഇടങ്ങളിലൊക്കെ മമ്മൂക്കയുടെ ആ ഒരു ഊർജ്ജം, ആ ഒരു എനർജിയൊക്കെ നഷ്ടപ്പെടുന്ന പോലെ ഫീൽ ചെയ്തു എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു. എനിക്കത് ഫീൽ ചെയ്തു. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരു ഏകദേശം 74 വയസ്സിന് മുകളിൽ പ്രായമായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നതിൽ. എന്നിട്ടും ആ പരിമിതികളെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട്, അല്ലെ ആ ഒരു കഥാപാത്രം ഏത് രീതിയിലാണോ വരേണ്ടത് അതിന് വേണ്ടിയിട്ട് ഫുൾ എഫേർട്ട് എടുത്ത് അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അഹോരാത്രം പണിയെടുത്തൊരു മമ്മൂക്കയെ നമുക്കവിടെ കാണാൻ സാധിക്കും. 74 വയസ്സ്, ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് പോലെ വെറുതെ പറഞ്ഞു വിടാനൊക്കെ എളുപ്പമാണ്. എന്നാൽ ഒരു 40-50 വയസ്സ് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ഏത് രീതിയിലേക്കാണ് പോകുന്നതെന്നുള്ളത്. ശരിക്കും നേരാവണ്ണം നടക്കാൻ പോലും കഴിയാത്ത നമ്മൾ പിന്നീട് എങ്ങനെയാണ് ഫൈറ്റ് സീൻ ചെയ്യാൻ സാധിക്കുക? ആ ഒരു സമയത്തും മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, മമ്മൂക്കയ്ക്ക് നേരെ വരുന്ന ആളുകളെ, എതിരാളികളെ മമ്മൂക്ക ഏത് രീതിയിലാണ് കീഴ്പ്പെടുത്തുന്നതെന്നൊക്കെ നമ്മൾ ആ സിനിമയിൽ കണ്ടു. അപ്പം അങ്ങനെ ഒരുപാട് രീതിയിൽ മമ്മൂക്ക ഈ സിനിമയിൽ നല്ല കാഴ്ചകൾ, അല്ലെ നല്ല കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. 74 വയസ്സുകാരന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുണ്ടെന്നുള്ളൊരു സാരം. അപ്പോൾ മമ്മൂക്കയെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്ന് ഞാൻ പറയാൻ കാര്യമുണ്ടായതിൽ, മമ്മൂക്കയുടെ ചില ഡയലോഗ് പ്രസൻറ്റേഷനിലൊക്കെ ഒരൊറ്റ ടേക്കിൽ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതുപോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തായിരുന്നു. മമ്മൂക്ക വരുമ്പോൾ പറയുന്നത്, ഞാനത് ആ റിവ്യൂ പറയുന്നത് പോലെ പറയുമ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്കൊരു സാധനം ഇട്ട് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാഞ്ഞത്. അപ്പോൾ അതിൽ മമ്മൂക്കയ്ക്ക് എവിടെയോ ഒരു കുറച്ച് എനർജി കുറവ് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്കും ഫീൽ ചെയ്ത് കാണും. എൻ്റെ മാത്രം ഫീലിംഗ് ആയിരിക്കില്ല. മമ്മൂക്കയെ ആരാധിക്കുന്ന ആളുകൾക്കെല്ലാം അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അത് അവരതേ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു വേറെ എന്തൊക്കെയോ കാര്യങ്ങളുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മമ്മൂക്ക 74 വയസ്സിൽ തന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ആ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ലാലേട്ടനെ വെച്ചിട്ടും മമ്മൂക്കയെ വെച്ചിട്ടും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആനയും അമ്പഴങ്ങയും വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത് പോലെയാണ്. ശരീരത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല, മമ്മൂക്കയുടെ പ്രായം, മോഹൻലാലിൻ്റെ പ്രായം, മോഹൻലാൽ അല്ല ലാലേട്ടൻ 64 വയസ്സിനകത്തൊക്കെ ഉള്ളൂ. എന്നാൽ മമ്മൂക്കയ്ക്കോ 74 വയസ്സുണ്ട്. വീണ്ടും 10 വയസ്സിൻ്റെ മൂത്തതാണ്. എന്നിട്ടും ഈ സിനിമയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനെ നമ്മൾ കരിവാരി തേക്കുക, അല്ലെങ്കിൽ ആ മനുഷ്യന് അഭിനയം പോരാ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്ക് എത്തിയില്ല എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമില്ല. ഒരു ആരാധനയോടുകൂടി, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു മമ്മൂക്കയിൽ എത്തിയില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ പ്രതീക്ഷിച്ച മമ്മൂക്കയ്ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം അതിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിനെ കുറച്ച് മുകളിലേക്ക് വെക്കാനായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു നമുക്കറിയാം, 8 മാസത്തോളം മമ്മൂക്ക സിനിമാ ജീവിതവും വിട്ട് അദ്ദേഹം നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ നിന്ന് വിട്ട് പുറത്തായിരുന്നു, ചികിത്സയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചികിത്സയ്ക്കൊക്കെ ശേഷമാണ് അദ്ദേഹം വീണ്ടും തിരികെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതും പിന്നീട് ഓരോ പരിപാടികളിൽ സജീവമാവുന്നതും. അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തും അദ്ദേഹത്തിൻ്റെ ശരീരത്തും ഒക്കെ നമുക്ക് ആ ഒരു ക്ഷീണവും പ്രകടമായിരുന്നു, കാണാൻ സാധിക്കുമായിരുന്നു. പിന്നീട് അതിനുശേഷം മമ്മൂക്ക വീണ്ടും ആ ഒരു നമ്മൾ പറയുന്ന ലെവലിലേക്ക്, അതായത് ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിലേക്ക് മാറി. അങ്ങനെ മാറി 74 വയസ്സുകാരനാണെന്ന് പോലും നമുക്ക് തോന്നാത്ത വിധം മമ്മൂക്കയിലുണ്ടായ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി നമ്മൾ പബ്ലിഷ് ചെയ്താണ്, നിങ്ങളെല്ലാവരും കണ്ടതുമാണ്. അപ്പോൾ അങ്ങനെ മമ്മൂക്ക നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ മമ്മൂക്കയെ നമുക്ക് ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ടെന്ന് തോന്നുന്ന രീതിയിലാണ് മമ്മൂക്ക ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ മമ്മൂക്കയിലുണ്ടായത്. അപ്പോൾ അതിൽ ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോ, മീഡിയ വണ്ണിൽ, ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് മീഡിയ വണ്ണിൽ കണ്ടൊരു വീഡിയോ ആണ്. മമ്മൂക്കയുടെ പ്രായം ചോദിച്ചാൽ ആർക്കായാലും തെറ്റിപ്പോകും. സീപ്പ് ബീച്ചിലെ മസ്കത്ത് നൈറ്റ് കാഴ്ചകൾ തുടരുന്നു.
മസ്കറ്റിലെ ഒരു ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണുന്നതിനിടയിൽ മീഡിയ വണ്ണിൽ ഒരു അവതാരിക അവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് മമ്മൂക്കയുടെ ഫോട്ടോ കാണിച്ചിട്ട് എത്ര വയസ്സ് പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടി പറയുന്ന മറുപടിയാണ് നിങ്ങളിത് കാണിച്ചത്. പെൺകുട്ടിയെ തെറ്റ് പറയാൻ പറ്റില്ല. ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം. He's a Bollywood actor. Can you guess his age? Is this 30? 30. Yeah. 30. Yes, 30. Reveal his real age. 74. Oh! No. No. 35 maximum. കണ്ടില്ലേ? അതിൽ കുറേ പേര് വീണ്ടും കമൻ്റ് ഇടുന്നുണ്ട് കേട്ടോ. മമ്മൂക്ക എന്ത് കാണിച്ചാലും മോശമാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളാണ് അതെന്നുള്ളത് നമുക്കറിയാം. കുറേ കൂടി പഴയ ഫോട്ടോ കാണിക്കണമായിരുന്നു. എടാ മക്കളെ, മമ്മൂക്കയുടെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ 2 ദിവസം മുൻപ് വന്നിട്ടുള്ളൊരു ഫോട്ടോ, നമ്മുടെ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ എല്ലാം കത്തിച്ചൊരു ഫോട്ടോ, ആ ഫോട്ടോ കാണിച്ചാലും എത്ര വയസ്സ് പറയാൻ സാധിക്കും? ഈ സംഘികളായിട്ടിരിക്കുന്ന അല്ലെ മമ്മൂക്കയുടെ വിരോധം, കടുത്ത വിരോധമുള്ള വിരോധാഭാസമായിട്ട് കണ്ട് മമ്മൂക്കയെ കാണുന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ 74, 80, 90, 100 വയസ്സൊക്കെ പറയും. എത്രയാന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ മുത്തച്ഛൻ്റെ പ്രായമൊക്കെ ആവാറായി. എന്നിട്ടും ഈ ഫീൽഡ് ഔട്ട് ആകാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഓരോ റോളുകളും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്തിരി കഴിവൊക്കെ വേണം. ഇല്ലാതെ നമ്മൾ ബോഡി മാത്രം ബിൽഡ് ചെയ്തുകൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. മമ്മൂക്ക ബോഡി ബിൽഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മൈൻഡ്, അദ്ദേഹത്തിൻ്റെ അഭിനയം അത് വീണ്ടും ഇങ്ങനെ മുറിച്ച് കൂട്ടിക്കൊണ്ടിരിക്കണം. മമ്മൂക്ക ഇപ്പോഴും 100% മമ്മൂക്കയുടെ ടാലൻറ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. മമ്മൂക്ക പറഞ്ഞത് നമുക്കറിയാം, തേച്ചാൽ ഇനിയും മിനുങ്ങുമെന്ന്. അതായത് ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങാനായിട്ട് ഒരുപാടുണ്ടെന്ന് സാരം. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ മനുഷ്യൻ ചത്താ പച്ചയിൽ വന്നിട്ട് വെറുതെ എന്തോ ഉമ്മാക്കി കാണിച്ച് വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ പ്രായത്തിലും അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ളൊരു കാര്യം വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു വണ്ടറായിട്ട് തന്നെ തോന്നാം. എന്നാലും എല്ലാവരും പറയുന്നത് പോലെ നെഗറ്റീവ് വോളികളെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ചിന്തിച്ചാൽ കുറച്ചുകൂടി പഞ്ച് വേണമായിരുന്നു എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. ആ പഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി അടിപൊളിയായിരുന്നേനെ. പക്ഷേ ഈ സിനിമയിൽ മമ്മൂക്ക വന്ന സമയം മുതൽ ആ സിനിമ ഫുൾ കളറാണ്, ആ തിയേറ്റർ കളറാണ്. അത് എല്ലാ രീതിയിലും മമ്മൂക്കയുടെ വരവ് കാണുമ്പോൾ തന്നെ നമ്മളൊരുമാതിരി വല്ലാത്ത, ആദ്യം സിനിമ തുടങ്ങുമ്പോൾ തന്നെ മമ്മൂക്കയെ ഒരു കാർട്ടൂൺ രൂപത്തിൽ കാണിക്കുന്നുണ്ടെങ്കിലും സിനിമയിലെ ഒരു സമയം എത്തുമ്പോഴേക്കും മമ്മൂക്കയുടെ ഒരു വരവ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും. അതായത് ക്യാമിയോ റോളിൽ നമ്മുടെ ഇക്ക എപ്പോഴാണ് വരിക, നമ്മുടെ വലിയേട്ടൻ എപ്പോഴാണ് വരിക, ഇതിഹാസം എപ്പോഴാണ് വരിക, ഇതിഹാസത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എപ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കും, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും. ആ ഒരു ലെവലിലേക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും അപ് ടു ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ഒരു ലെവലിലേക്കൊക്കെ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. മമ്മൂക്ക അതിന് വേണ്ടിയിട്ട് ഫുൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ആൻ്റണി വർഗീസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കിടിക്കിയേനെ. കാരണം നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും നല്ല ഇടി വേണമെന്നുണ്ടെങ്കിൽ ആൻ്റണി വർഗീസ് തന്നെ വേണം. പെപ്പയുടെ ഇടി എന്ന് പറയുമ്പോൾ പഞ്ചിടിയാണ്. നമ്മളൊന്നും വിചാരിക്കാത്ത, നമ്മളൊന്നും കാണാത്ത രീതിയിലുള്ള ഇടിയാണ് പെപ്പ ഇടിക്കുന്നത്. ആ ഓരോ ഇടിയും നമുക്കതിങ്ങനെ നമ്മുടെ ശരീരത്തോട് ഇങ്ങനെ ചോര തിളച്ചിറങ്ങുന്ന രീതിയിലാണ്. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ സിനിമ ഓവറോൾ അടിപൊളിയായിരുന്നേനെ. പക്ഷെ ഇപ്പോഴും മോശമെന്ന് പറയാനില്ല, സിനിമ അടിപൊളി തന്നെയാണ്. കുറച്ചുകൂടി എവിടേക്കോ എന്തൊക്കെയോ ചെയ്യാമായിരുന്നു. അത് വേണ്ട രീതിയിൽ ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മമ്മൂക്ക യുഗം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും അത് ആളിക്കത്തിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.